എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്രത്തിന്റെ ബൃഹത് പദ്ധതികളിൽ ഒന്നായ PM കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വേണ്ടിയിട്ട് കേന്ദ്രം വർഷം തോറും 6000 രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. നാളിതുവരെ 38,000 രൂപ നമുക്ക് ഈ ഒരു പദ്ധതി പ്രകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനമായി ലഭിച്ചത് 19ാമത്തെ ഘടകമായിരുന്നു. 20ാമത്തെ ഘടകത്തിനെ കുറിച്ച് താമസങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പോൾ എല്ലാവരും കാത്തിരുന്ന ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഘടകം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡേറ്റ് താണ്ടെ ഓഗസ്റ്റ് 2-ാം തീയതി 11 മണിയാകുമ്പോൾ പ്രധാനമന്ത്രി ഒഫീഷ്യലായിട്ട് ഇത് പ്രഖ്യാപിക്കും. ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തന്നെയും ഈ ഒരു തുക എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് DBT മോഡ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. DBT എന്നുള്ളത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. നമ്മുടെ ആധാറിലേക്കാണ് ഈ തുക നിക്ഷേപിക്കുന്നത്. ആധാറുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന ബാങ്കിലേക്ക് ഈ തുക വന്ന് ചേരുന്നതാണ്. അപ്പോൾ 11 മണിയാകുമ്പോൾ ഓഗസ്റ്റ് 2-ാം തീയതി 11 മണിയാകുമ്പോൾ PM കിസാൻ സമ്മാൻ നിധിയുടെ പ്രഖ്യാപനം ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് അപ്ഡേറ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ DBT അപ്ഡേറ്റ് ആണോ എന്നുള്ള കാര്യം മാത്രം ഇനി ശ്രദ്ധിച്ചാൽ മതി. PFMSനകത്ത് റിക്വസ്റ്റ് വന്നിട്ടുള്ളവരെല്ലാവരും ഈ DBT അപ്ഡേറ്റ് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ബാങ്ക് അപ്ഡേറ്റ് അല്ല എന്ന്, നമ്മുടെ ആധാറും ബാങ്കിൽ തമ്മിൽ ലിങ്ക് അല്ല, അത് അപ്ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന തുക നമുക്ക് റിജക്ട് ആയി പോകുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഇനി ശ്രദ്ധിച്ചാൽ മതി. PFMSനകത്ത് റിക്വസ്റ്റ് വന്നിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ ബാങ്ക് അപ്ഡേറ്റ് ആണോ എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുക. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവെന്നും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക വരുന്നതാണ്. എത്ര ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടോ അത്രയും ഗഡുക്കൾ വരുന്നതാണ്. പിന്നെ ഈ ഒരു 2 മാസത്തിന്റെ ഇടയ്ക്കൊക്കെ ശരിയാക്കിയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം തുക ലഭിക്കില്ല. അടുത്ത ഗഡുവിന്റെ കൂടെ അല്ലെങ്കിൽ അടുത്ത മാസം ഒരു അപ്ഡേഷൻ ഉണ്ടാവും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് ബാക്കിയൊക്കെ ലഭിക്കാനുള്ള തുകകൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ PFMSൽ റിക്വസ്റ്റ് വന്നിട്ടുള്ളവർക്ക് മാത്രം, ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ളവരുടെ തുക വിതരണം മാത്രമേ ഇപ്പോൾ മുടങ്ങിയിട്ടുള്ള തുകകൾ ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുക. PFMSനകത്ത് വന്നിട്ടുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ഈ ഒരു തുക ലഭിക്കുകയുള്ളൂ. കാരണം ആ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ളവരുടെ പേയ്മെന്റുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് വന്നു ചേരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തുകൊള്ളുക. ഇനിയിപ്പോൾ നമുക്കൊരു ഒഫീഷ്യലായിട്ട് അറിയിപ്പില്ല. PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം 20ാമത്തെ ഘടകം ഓഗസ്റ്റ് 2-ാം തീയതി 11 മണിക്ക് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.